ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണിയേട്ടൻ്റെ മനോഹരമായ ഒരു ഭവനമാണ്. മണിയേട്ടൻ്റെ വീട് ചുമര് തേക്കാതെയാണ് പുറത്ത് ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഓടാണ് വീട്ടിൽ പാകിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വർക്കിലാണ് വീട് ഓട് പാകിയിട്ടുള്ളത്. ചെയ്ത വർക്കിൽ ഫ്രണ്ടിൽ ഒരു വരാന്തയാണ്, നീളത്തിലുള്ള ഒരു വരാന്ത, വീടിനെ മനോഹരമാക്കുന്ന രീതിയിലുള്ള ഒരു വരാന്ത. ആ വരാന്ത മുകളിൽ മുഴുവനായിട്ടും സീലിംഗ് ഓടാണ് പാകിയിട്ടുള്ളത്. സീലിംഗ് ഓട് വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും വീട്ടിലേക്ക് തീരെ കിടക്കില്ല. ഈ കറങ്ങുന്ന ഈ ആടുന്ന സീറ്റ് കണ്ടില്ലേ, ഇത് നമ്മുടെ കാറിൻ്റെ സീറ്റാണ്. കാറിൻ്റെ സീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഊഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയേട്ടന് ഇതുണ്ടല്ലേ, ഇത് എങ്ങനെയാണിത് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. അതേപോലെ ഇതിൽ മണിയേട്ടൻ അടിപൊളിയായിട്ട് ബുള്ളറ്റിൻ്റെ ഒരു മെക്കാനിക്കാട്ടോ. നല്ലോണം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം പഴക്കമുള്ള മെക്കാനിക്കാണ് മണിയേട്ടൻ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് മണിയേട്ടൻ്റെ ബുള്ളറ്റിൻ്റെ ഷോപ്പുള്ളത്, ബുള്ളറ്റ് മെക്കാനിക്കിൻ്റെ ഷോപ്പ്. വീടിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പൂച്ചപ്പുരയുണ്ട് വീടിൻ്റെ മുകളിലായിട്ട്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ 2-3 നല്ല ഗടാഗടിയന്മാർ ഡോഗ് അവരുടെ വീട്ടിലുണ്ട്. വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അകത്ത് വിശാലമായ ഒരു ഹാളാണ്, നീളത്തിലുള്ള ഒരു ഹാള്. ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണുള്ളത്. നല്ല എന്താ പറയുക, എല്ലാത്തിനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഏരിയ. ഈ 2 സൈഡിലേക്കും സോഫ നിരത്തിയിട്ടിരിക്കുന്നു. 2 ജനലുകളാണ്. മുകളിൽ സീലിംഗ് വർക്ക്, ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ താഴത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുൾ ടെറസാണെന്നേ തോന്നും. നീളത്തിൽ നമ്മളൊരു തിയേറ്ററിൻ്റെ താഴെയൊക്കെ പോയിരുന്ന് കാണുന്ന പോലെ. ബെഡ്റൂമുകൾ 4 ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് കിടക്കുന്ന, അതായത് ബെഡ്റൂമിലേക്ക് കടന്നു പോകുന്ന ആ ഒരു ഭാഗം പൂക്കളും ഇതൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റത്തെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു സാധാരണ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ ബെഡ്റൂം. അതുപോലെ അതിൽ തന്നെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലും ഇതേപോലെ ബാത്റൂം അറ്റാച്ച്ഡാണ്. വേണ്ട അത് സിമ്പിളായിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തെ റൂമിലേക്ക്, അടുത്ത റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത റൂം ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൻ്റെ സൈഡിലുള്ള റൂമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഒരുപാട് പേർക്ക്, അതായത് അവരുടെ ഫാമിലിയും കുടുംബക്കാരും എല്ലാവരും വന്നാലും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആ വീട്ടിലുണ്ട്. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ആളുകൾ ഒരുപാട് പേരുണ്ടാവുന്നത് ഭയങ്കര മനോഹരമായിരിക്കും. അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. മൊത്തം ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമിലും ബാത്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ബാത്റൂമുകളാണ്. അടുത്ത 4ാമത്തെ ബെഡ്റൂമാണിത്. എല്ലാ ബെഡ്റൂമുകളും താഴത്തെ നിലയിൽ തന്നെ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. കാരണം മുകളിലൊരു ബെഡ്റൂം വന്നുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞവർ തന്നെ പിന്നെ മുകളിലേക്ക് പോകുന്നതൊക്കെ കുറവായിരിക്കും. അത് നമുക്ക് പറയുമ്പോൾ പറയാം 2 നിലയുള്ള വീടാണെന്നൊക്കെ പറയാം. പക്ഷെ അതത്ര, അതിനെപ്പറ്റി നിങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമാവും. നമ്മുടെ വീടുണ്ടാക്കിയാലും നമ്മൾ 2ാം നില ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നമ്മളൊരു ചായ പോലും മറന്നു വെച്ച് കഴിഞ്ഞാൽ മേലെ നിന്ന് എടുത്തു പോരാൻ മടി വരുന്നൊരു കാലഘട്ടമായിരിക്കും.
ഒരു പഴയ TV. ഇത് അടുക്കള ഭാഗമാണ്. വീട് പണി വിശാലമായ നീണ്ട് നിവർന്നു നിൽക്കുന്ന അടുക്കളയാണ്. അതെല്ലാം സീലിങ്ങോട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലുള്ള വരാന്ത പോലെ തന്നെയാണ് അടുക്കള ഭാഗം മൊത്തം ഉള്ളത്. അടുക്കള ഭാഗത്തേക്ക് ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഇടം. അവർക്ക് തയ്യൽ മെഷീനും തയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് അവിടെ ഇരുന്ന് ചെയ്യുന്നതൊക്കെ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നൊരു ഏരിയയാണ്. അടുക്കളയുടെ പുറത്തെ ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് അവരുടെ വലതു ഭാഗത്തുള്ള വീടിൻ്റെ വലതു ഭാഗത്തുള്ള വെട്ടുകല്ല് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. വെട്ടുകല്ല് കള്ളിയായിട്ട് കൊടുത്തിട്ട് അതിന് ഒരു സിമെൻറ്റിന് ഒരു വേറെ കളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ഇമ്പമുള്ള ഒരു മനോഹരമായ വീട്. നിങ്ങൾക്ക് എന്താണ് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്രദമായതും ചിലവ് ചുരുങ്ങിയതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. എന്നാലാണ് മറ്റുള്ളവർക്ക് വീട് വയ്ക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമാവുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ വീഡിയോയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. എല്ലാവരും ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഒരുപാട് ചെയ്തു. ഇതവരുടെ വർക്ക്ഷോപ്പാണ് കേട്ടോ. വർക്ക്ഷോപ്പിലുള്ള അതായത് ചില സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർ മെക്കാനിക്ക് ചെയ്യൽ. അതിൻ്റെ കുറേ ബുള്ളറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ. അതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഷൂട്ട് ചെയ്യാൻ തന്ന അവർക്ക് ഒരുപാട് നന്ദി. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ശുഭദിനം. താങ്ക് യു.